എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ പ്രേമയും അതുപോലെ തന്നെ സുമിത്രയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും സ്വരമോളാണെങ്കിലോ നമ്മുടെ അനന്യയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. എനിക്ക് അമ്മയെ കാണാതെ ഇരിക്കാനേ പറ്റില്ല. അമ്മ 2-3 ദിവസത്തിന് ശേഷം വരുമെന്ന് പറഞ്ഞാണ് ഇത്രയും ദിവസം ഞാൻ അവിടെ ഇരുന്നത്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് എന്നുള്ള കാര്യമൊക്കെ കുഞ്ഞു പറയാണ്. അപ്പം അനന്യയാണെങ്കിലോ ഇനി ഒരിക്കലും അനിരുദ്ധമായിട്ടൊരു ജീവിതം തന്നെ തനിക്ക് ഉണ്ടാകില്ല എന്നുള്ള കാര്യം അതും അനിരുദ്ധിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് അവൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് എത്ര നിർബന്ധിച്ചിട്ടും അനന്യയാണെങ്കിലോ കുഞ്ഞിനോടൊപ്പം പോവാനേ കൂട്ടാക്കുന്നില്ല. അവസാനം സ്വര പറഞ്ഞു, ഒരു കാര്യം ചെയ്, നിങ്ങൾ രണ്ടുപേരും ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട. എനിക്ക് അച്ഛനെയും വേണ്ട അമ്മയും വേണ്ട. രണ്ടുപേരും പഴയതുപോലെ തന്നെ വിദേശത്തേക്ക് പോയിക്കോ. എന്നെ വല്ല അനാഥാലയത്തിലേക്കോ ആക്കിയേക്കെന്നുള്ള കാര്യം ആ കുഞ്ഞു പറയുക. ശരിക്കും പറഞ്ഞാൽ കൊച്ചിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് കൊടുത്തത് സുമിത്ര തന്നെയാണ്. അനന്യയുടെ ആ ഒരു ഇമോഷൻസ് അത് വെച്ചാണ് സുമിത്ര ഇവിടെ കളി കളിക്കുന്നത്. പക്ഷേ മന്ദബുദ്ധിയായിട്ടുള്ള പ്രേമയ്ക്ക് തൻ്റെ മകളുടെ ആഗ്രഹങ്ങളും തൻ്റെ മകളുടെ ഇഷ്ടങ്ങളും ഒന്നും നല്ല രീതിയിലൊന്നും അറിയത്തില്ല. അങ്ങനെ പ്രേമയാണെങ്കിൽ നമ്മുടെ സുമിത്രയുമായിട്ട് സംസാരിക്കുക. സുമിത്രേ, നീ എന്തൊക്കെ വിചാരിച്ചാലും ഈ കൊച്ചിനെ കൊണ്ടുവന്ന് എന്ത് സൂത്രപ്പണി ഒപ്പിച്ചാലും ഒരു കാരണം വെച്ചാലും എൻ്റെ മോള് നിന്റെ കുഞ്ഞിൻ്റെ കൂടെ ഇറങ്ങിയൊന്നും വരില്ല. അതുമാത്രമല്ല അവക്ക് നല്ലൊരു ബന്ധം അത് ഞാൻ തന്നെ കണ്ടെത്തി കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ പ്രേമ പറയുകയാണ്. അപ്പോഴും സുമിത്ര പറയുന്നുണ്ട്, അതേ പ്രേമ, നീ സ്വന്തം മകളെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാലും നീ ഇങ്ങനെയൊന്നും കാണിക്കില്ല. നിനക്ക് സമ്പത്ത് അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ജീവിതം ഇത് മാത്രമാണ് നിന്റെ ഉദ്ദേശം. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാനെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മരുമോളെയും കൂട്ടി തന്നെ ആയിരിക്കും ഈ വീട്ടിൽ നിന്നും പോകുന്നത് എന്നുള്ള കാര്യം അത് സുമിത്ര പ്രേമയോട് പറഞ്ഞു. പ്രേമയാണെങ്കിലോ എന്നാൽ നമുക്ക് കാണാം, നമുക്ക് നേർക്ക് നേർ നിന്ന് തന്നെ കാണാം എൻ്റെ മകള് ഇറങ്ങി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ സ്വരമോളാണ്. സ്വരമോള് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ കാഴ്ച കണ്ടപ്പോഴത്തേക്കിനും പ്രേമയാണെങ്കിൽ നിന്ന് ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, നീ നിൻ്റെ ഈ പെങ്കൊച്ചുമായിട്ട് വന്ന് ഒരുപാട് സൂത്രപ്പണിയൊന്നും കാണിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല സുമിത്രേ. അവളെ അനന്യ അത് എൻ്റെ മോളാണ്. ഞാൻ പറയുന്ന വാക്കുകൾ അതിനപ്പുറമൊന്നും അവൾക്കൊരു തീരുമാനം ഇല്ല. അപ്പൊ സുമിത്ര വലിയ വിഷമത്തിലൊക്കെ ആയി. താൻ ഇത്രയധികം കഷ്ടപ്പെട്ടു തൻ്റെ മകനും മരുമകളും കുഞ്ഞും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാൻ വേണ്ടിയാണ്. പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ എന്നുള്ളൊരു നിരാശയിൽ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മയാണ്. അല്ലടി ശീതളെ, നിന്റെ അമ്മ എങ്ങോട്ടേക്കാണ് ഒരുങ്ങിക്കെട്ടി പോയിരിക്കുന്നത്, അതും ആ സ്വരമോളയും കൊണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ ശീതൾ പറയുന്നുണ്ട്, അമ്മ ഇറങ്ങിപ്പോയ സമയത്ത് അച്ഛമ്മ അമ്മയോട് ചോദിച്ചതല്ലേ, എന്നിട്ട് എന്താ അമ്മ മറുപടി പറയാതെ പോയത്? അതെ, പറയേണ്ട ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് പോകാനൊക്കെ എൻ്റെ അമ്മയ്ക്ക് അറിയാം. എന്തായാലും അമ്മ കുഞ്ഞുമായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ മടങ്ങി വരും. അച്ഛമ്മ ചുമ്മാ ഇനി ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കരുതെന്ന് ശീതൾ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത രീതിയിലായി സരസ്വതി. മോളെ ശീതളെ, മോളോട് എത്രമാത്രം സ്നേഹം ഈ അച്ഛമ്മ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് മോൾക്ക് അറിയാവോ? നിന്റെ കാര്യത്തിൽ സുമിത്ര എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത്? ആ സമയമാണെങ്കിലോ അവൾ അനിരുദ്ധിൻ്റെ ജീവിതം ശരിയാക്കാൻ നടക്കുകയാണ്. നീയും സച്ചിനും തമ്മിലല്ലേ ആദ്യം വഴക്കിട്ട് ഈ രീതിയിലൊക്കെ നിങ്ങളിങ്ങനെ അകന്നു കഴിഞ്ഞ് നിൽക്കുന്നത്? എത്ര ദിവസമായിട്ടാണ് നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നത്? ആ പിണക്കമൊക്കെ മാറ്റി നിങ്ങൾ രണ്ടിനെ ഒരുമിപ്പിക്കാനായിട്ട് ഈ അച്ഛമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നീ ഇന്നലെ തന്നെ സച്ചിനെ കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. ആ സമയത്ത് തന്നെ അച്ഛമ്മ അവനെ നിന്റെ മുന്നിൽ എത്തിച്ചില്ലേ? നിന്റെ ഉള്ളറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സരസ്വതി പെരുമാറുന്നത്. പക്ഷേ നിനക്ക് ഇതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ല. അതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും നിന്റെ അമ്മ പറയുന്ന കാര്യങ്ങളും കേട്ട് ഈ വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത്. മോളെ, ജീവിതം ഒന്നേ ഉള്ളൂ. നീ അവൻ്റെ കൂടെ ഇറങ്ങി പോവുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ സരസ്വതി അമ്മ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ അനിരുദ്ധമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുമൊക്കെ സരസ്വതി മുള്ളും മൊനയും ഒക്കെ വെച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊന്നും നമ്മുടെ ശീതൾ വീഴുന്നില്ല. ശീതളാണെങ്കിലോ തൻ്റെ അമ്മയ്ക്ക് വ്യക്തമായൊരു നിലപാടും തീരുമാനവും ഒക്കെ ഉണ്ട്. അമ്മ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുമെന്നും ശീതളിന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ശീതൾ ആ രീതിയിൽ ചിന്തിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്താണെങ്കിലോ അങ്ങോട്ടേക്ക് ദീപു വരിക. അപ്പം ദീപു വന്നതും
പെട്ടെന്ന് തന്നെ അനിരുദ്ധ് ഇങ്ങ് ഇറങ്ങി വന്നിട്ട് ദീപുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം? ഇനിയും എൻ്റെ അച്ഛനും കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട്, അയാളെ കൂടെ കൊല്ലാനാണോ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ അനിരുദ്ധേ, അന്ന് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും എല്ലാം നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ഇപ്പോഴും എന്നെ അത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പം, നിങ്ങൾ അന്ന് ചെയ്ത ചതി, അതിന് ഞാൻ എത്രമാത്രം വേദനിച്ചു, എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് വിചാരിച്ച് എത്ര തവണ ഞാൻ സങ്കടപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാവോ? അങ്ങനെ ഓരോ കാര്യങ്ങളും അനിരുദ്ധ് വീണ്ടും വീണ്ടും ദീപുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ദീപു ആണെങ്കിലോ, ഞാനിപ്പോൾ വന്നത് ചേച്ചിയെ കാണാനും അതുപോലെ സിദ്ധുവേട്ടനെ കാണാനുമാണ്, എനിക്ക് അവരെ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ അനിരുദ്ധ്, ഇനിയും നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മോന്തയുടെ ഷേപ്പ് മാറുന്നത് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അനിരുദ്ധ് ദീപുവിനെ തല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ദീപുവിന് ദേഷ്യം വന്നു. സംഭവമൊക്കെ ശരിയാടാ, ഞാൻ നിന്റെ അമ്മാവൻ മാത്രമല്ല, എനിക്ക് എൻ്റെ നേരെ ഒരാൾ ആക്രമിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു ചേർത്ത് നിൽക്കാനും ഒക്കെ അറിയാം, അതുകൊണ്ട് ചേച്ചിയുടെ മോനാണ് എന്നുള്ള പരിഗണനയൊക്കെ ഞാനും അങ്ങ് മറക്കുമെന്നും പറഞ്ഞ് ദീപുവും അനിരുദ്ധും നേർക്ക് നേർ മുട്ടുമ്പോഴത്തേക്കിനുമാണ് നമ്മുടെ സിദ്ധാർത്ഥ് ഈ ബഹളമൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം സിദ്ധുവിന് മനസ്സിലായി, ഇവർ തമ്മിൽ ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാളെ ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം. അങ്ങനെ സിദ്ധു വന്നിട്ട് നമ്മുടെ ദീപുവിനോട് പറയുകയാണ്, ദീപു ബാ, നിനക്ക് എന്നോട് സംസാരിച്ചാൽ മതിയല്ലോ, ബാ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് സമാധാനപൂർവ്വം ദീപുവിനെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പം അനിരുദ്ധാണെങ്കിലോ, അച്ഛാ ഇയാളെ ഈ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രശ്നങ്ങൾ ഉടലെടുക്കും, അതുകൊണ്ട് അച്ഛൻ ഇയാളെ വിളിച്ച് വീട്ടിലിരുത്തുന്ന സ്വഭാവമൊക്കെ മാറ്റി വെച്ചേക്കെന്നും പറഞ്ഞ് അനിരുദ്ധിന് ദേഷ്യം വന്നു. അവൻ ആ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. അപ്പം ദീപു ആണെങ്കിലോ, സിദ്ധുവേട്ടാ എനിക്ക് സിദ്ധുവേട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കണമെന്ന് പറയുമ്പം, ദീപു നീ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് ഒരു വാക്കുപോലും ഞാൻ നിന്നോട് ചോദിക്കാൻ, അത് നിന്റെ മുറ്റത്തേക്ക് ഞാൻ വന്നിട്ടേ ഇല്ല, പിന്നെ നീ എൻ്റെ ഭാര്യ മരിച്ചുപോയി എന്നും പറഞ്ഞ് എൻ്റെ മകനെ പറഞ്ഞ് ധരിപ്പിച്ചത് കൊണ്ടല്ലേ എൻ്റെ അനിരുദ്ധ് ഈ രീതിയിലൊക്കെ നിന്നോട് പെരുമാറിയത്? അവൻ ഇതിനു മുന്നേ നിനക്ക് വേണ്ടുന്ന ബഹുമാനങ്ങളും അതുപോലെ ആദരവും ഒക്കെ തന്നു തന്നെയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സിദ്ധു ദീപുവിനോട് ചോദിക്കുമ്പോൾ ദീപു കുറ്റബോധം കൊണ്ട് നീറി നിൽക്കുകയാണ്. അപ്പം ഇതിനെതാ ദീപു പരമശിവത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ വന്ന് സിദ്ധാർത്ഥിനെ കാണുന്നത് തന്നെ. സിദ്ധുവിനെ എങ്ങനെയെങ്കിലും ശ്രീനിലയം തിരികെ പിടിക്കുന്ന കാര്യത്തിൽ നിന്നും പിൻവലിച്ച് അവൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയക്കണം, അതാണ് പരമശിവം നമ്മുടെ ദീപുവിന് കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ. അപ്പോൾ ഇതൊക്കെ ഏറ്റത് കൊണ്ട് തന്നെ ആ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള കാര്യത്തിൽ നിന്ന് നമ്മുടെ ദീപുവിന് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമൊക്കെ ലഭിക്കും. അങ്ങനെ ദാ സിദ്ധുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മ ഇങ്ങ് വരികയാണ്. അല്ല ഇവൻ എന്താ ഈ വീട്ടിൽ കാര്യം, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ച് സരസ്വതി അമ്മ നമ്മുടെ ദീപുവിനെ കൊടയാൻ തുടങ്ങുമ്പോൾ, അമ്മ ഇത് വേണ്ട, ഞാൻ ഇയാളോട് സംസാരിച്ചിട്ട് അതിനുശേഷം ഇയാൾ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളും, ഇനി അമ്മയായിട്ടൊരു വിഷയം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഇപ്പം അനി കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് പോയതേ ഉള്ളൂ എന്നും പറഞ്ഞ് എൻ്റെ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് സിദ്ധു. അങ്ങനെ ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സുമിത്രയാണ്. അപ്പം സുമിത്ര, അനന്യ വന്നില്ല, ഇനിയിപ്പോൾ ദാ സ്വരമോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ ഇനിയും നിന്ന് കഴിഞ്ഞാൽ പ്രേമ ഏതെല്ലാം രീതിയിൽ സംസാരിക്കുമെന്ന് സുമിത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മോളെ അമ്മ വന്നില്ലെങ്കിൽ പോട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് നമ്മുടെ സ്വരമോളുടെ കയ്യിൽ പിടിക്കുകയാണ്. തൻ്റെ കൊച്ചുമകളുടെ കൈയും പിടിച്ച് സുമിത്ര ആ വീടിൻ്റെ പടി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ ദങ്ങോട്ടൊന്ന് നോക്കെന്നും പറഞ്ഞ് നമ്മുടെ സ്വരമോൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതാ നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനന്യ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ആ വീടിൻ്റെ പടി ഇറങ്ങി വരികയാണ്. അപ്പം ഇത് കണ്ടതും പ്രേമയാണെങ്കിൽ കാരണം തട്ടിക്കൊണ്ട ഒരു അവസ്ഥയിൽ അങ്ങ് നിൽക്കുകയാണ്. അപ്പം സുമിത്ര ഒന്ന് നോക്കി, ഇതാണല്ലേ നിങ്ങൾ പറഞ്ഞത്, എൻ്റെ കൊച്ചുമോള് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കില്ല എന്ന്. ദേ ഇപ്പം കണ്ടില്ലേ, അനന്യയ്ക്കറിയാം അനന്യ എന്തായാലും നിങ്ങളെപ്പോലെ ക്രൂരയായ ഒരു അമ്മയല്ല, അവൾക്കറിയാം അവളുടെ കുഞ്ഞിനെയും ഭർത്താവിനെയും ഒക്കെ. എന്തായാലും എൻ്റെ മരുമകളെ ഞാൻ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ അനന്യയെ തൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ് സുമിത്ര. അപ്പം സ്വരമോൾക്കാണെങ്കിലോ ഒരുപാട് സന്തോഷമായി, തൻ്റെ മമ്മി ദാ തന്നോടൊപ്പം വരികയാണ്. ഇനി മമ്മിയും ഡാഡിയും സ്വരമോളും അച്ഛമ്മയും ഒക്കെ കൂടി നല്ല സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുകയാണ് സ്വര. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിലോ നമ്മുടെ ദീപു ആണെങ്കിലും വന്ന കാര്യങ്ങളൊക്കെ പറയണമല്ലോ സിദ്ധുവിൻ്റെ അടുത്ത്. അപ്പം സിദ്ധാർത്ഥിനോട് പറയാണ്, സിദ്ധുവേട്ടാ എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതെ, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. നിങ്ങൾക്കറിയാലോ പരമശിവവും നിങ്ങളും തമ്മിലുള്ള തർക്കവും കാര്യങ്ങളും, അയാളുടെ ഗുണ്ടകളൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതല്ലേ. അതെ, പരമശിവത്തിൻ്റെ ആൾക്കാർ എൻ്റെ വീട്ടിലും വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് സിദ്ധുവേട്ടാ എനിക്ക് പരമശിവത്തെ വളരെ വ്യക്തമായി തന്നെ അറിയാം. അയാളുമായിട്ട് കുറച്ച് സാമ്പത്തിക ഇടപാടുകളിൽ
കാര്യങ്ങളിലൊക്കെ ഞാൻ പെട്ടുപോയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി അയാളുമായിട്ട് കളിക്കാൻ നിൽക്കണ്ട. അയാൾ ചില്ലറക്കാരനല്ല, അയാൾക്ക് നല്ല പിടിപാടാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ദീപു. അപ്പം ദീപുവിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ദീപുവും പരമശിവും ഒക്കെ തമ്മിൽ എങ്ങനെയാണ് ടൈപ്പ് എന്നുള്ള രീതി കാര്യങ്ങളും ഒക്കെ നമ്മുടെ സിദ്ധാർത്ഥിന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സിദ്ധു പറയാണ്, ദീപു നീ ഇത് പറയാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. അവനെ ഏത് രീതിയിൽ നിയമപരമായോ അല്ലാതെയോ ഒക്കെ നേരിടാനായിട്ടുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഇന്ന് ഈ സിദ്ധാർത്ഥിനുണ്ട്. ഞാൻ നേരിട്ടോളാം. പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് ദീപു അധികം തലമുണ്ടാക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ദീപുവിനാണെങ്കിലോ താൻ വന്നത് അബദ്ധമായി പോയോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നാളത്തെ കുടുംബവിളക്കിൻ്റെ വിശേഷത്തിലുള്ളത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്